ഇനി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് കണ്ടാലോ? കാണാം. കുറച്ച് നല്ല മിമിക്രി ആസ്വദിക്കാം അല്ലേ? അപ്പൊ ഞാൻ അങ്ങ് വയനാട്ടിൽ നിന്ന് ഒരു നല്ല കലാകാരനെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ഹരീഷ് കുമാർ. ഹലോ ഹരീഷ് ഏട്ടാ. ഹലോ, നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. താങ്ക് യു. എവിടെയാണ് വയനാട്ടിലെ സ്ഥലം? ഞാൻ വയനാട്ടിൽ ഇപ്പൊ മാനന്തവാടിയിലാണ്. മാനന്തവാടിയിലാണ് അല്ലേ? അവിടെ ഞാൻ വർക്ക് ചെയ്യാണ്. വൈരക്കുപ്പ എനിക്കറിയില്ല, ഞാൻ എറണാകുളംകാരനായിരുന്നു. ഇപ്പൊ ജോലി വയനാട്ടിലാണ്. ഞാൻ ഇപ്പൊ അവിടെ സബ് കളക്ടർ ഓഫീസ് മാനന്തവാടിയിൽ വർക്ക് ചെയ്യാണ്. ശരി, ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടാ? വീട്ടിലിപ്പോ അച്ഛൻ മാത്രമേ ഉള്ളൂ. മിമിക്രിയാണ് ചേട്ടന്റെ സ്പെഷ്യൽ. അതെ, മിമിക്രിയാണ് എന്റെ സ്പെഷ്യൽ. അപ്പൊ നമുക്ക് പിന്നെ അതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്പെഷ്യൽ ഐറ്റം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് തമിഴ് മലയാളം താരങ്ങളുടെ ശബ്ദാനുകരണങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് തളപതി വിജയുടെ 2-3 വേരിയേഷൻസ് ഒന്ന് ശ്രദ്ധിക്കാം. വിജയുടെ തെരി എന്ന് പറയുന്ന സിനിമയിലെ ഇന്റർവൽ പഞ്ച് സീനിലെ ഡയലോഗ് നേരിട്ട് നോക്കാം. സർ, யாரு வேணாலும் இருக்கலாம் சார். பப்ளிக்காக இருக்கலாம், இந்த ப்ரெஸ் பீப்புளாக இருக்கலாம், இல்லை இந்த பொண்ணோட்டு அம்மாவாக இருக்கலாம், அப்பா இருக்கலாம், அண்ணனாக இருக்கலாம். அந்த அண்ணன் ஒரு போலீஸ் ஆஃபீஸராக இருக்கலாம், அவர் பேர் கூட IPS விஜய் குமார் கூட இருக்கலாம். சாயந்தரம் போடி விடுக்கணும் சார், இல்லை സ്വന്തക്കാർക്കെല്ലാം சொல்லி ഇനി തെരിയെന്ന് പറഞ്ഞ സിനിമയിൽ മലയാളത്തിൽ സംസാരിച്ച വിജയുടെ ഒരു പോർഷൻ ഉണ്ട്, അതും കൂടി നമുക്ക് നേരിട്ട് നോക്കാം. അയ്യോ ശരി, ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവിള, ഇതാണ് എൻ്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്യപ്പച്ചൻ നിക്കോളാസ്, അത് കഴിഞ്ഞ് അപ്പച്ചൻ കുരുവിള, ഇപ്പം ഞാൻ. ഒരു ചെറിയ ആക്സിഡൻറ്റ്, എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട, അതാ പ്രതി തിരിച്ച് മേടിക്കാൻ വന്നു. ഞാൻ ഒപ്പിട്ട് പോകാമോ അല്ല നിൽക്കണോ? മലയാളം വിജയ് സാർ പറയുന്നത് അനുകരിച്ച് ഞാൻ കുറവാണ് കേട്ടുള്ളത്. സൂപ്പർ ആയിരുന്നു ചേട്ടാ. താങ്ക് യു. ഈ വിജയുടെ തന്നെ ലിയോ എന്ന് പറഞ്ഞ സിനിമയിൽ ക്ലൈമാക്സിലൊരു ഡയലോഗ് വേരിയേഷൻ ഉണ്ട് വിജയുടെ, അതൊന്ന് ജസ്റ്റ് ചെയ്യാം. ഒരു பாஸ்ட் பற்றி அடிக்கடி பேசுகிறோன்னா அதில் ஏதாவது ஒரு நல்லது இருக்கலாம். எனக்கு அந்த மாதிரி எதுவும் இல்லை. என் பாஸ்டில் நான் தெரிஞ்சோ தெரியாமலோ நிறைய தப்பு பண்ணியிருக்கேன். அது திருத்திக்கிறது கடைசி சான்ஸ் தான் இந்த குடும்பம். இந்த குடும்பத்தை காப்பாத்துக்கு நான் எந்த அளவுக்கு வேணா போவேன். லியோ அப்படி ஒருத்தன் சத்தம் அப்படின்ற ஊரு சுட்டிருக்கிற ஆளு நம்ப வைக்கணும்னா அதுக்கு முதல்ல நான் நம்பணும். லியோ செத்துட்டாங்கிறது நான் நம்புறேன். ഇനി നമ്മുടെ മലയാളത്തിൽ മേലെപ്പറമ്പിലെ ആൺവീട് തെങ്കാശി പറഞ്ഞ സിനിമയിൽ കൗണ്ടർ വേഷം ചെയ്ത വിനു ചക്രവർത്തിയുടെ വോയിസ് ഒന്ന് കേൾക്കാം. தம்பி, நீ கேட்கிற விலைக்கு ஒன்னும் ஸ்பிரிட் கிடைக்காது. இத பார், இந்த ஆண்டிப்பட்டி வீரபாண்டி தேவர் ஒரு விலை சொல்லிட்டா மாறவே மாட்டா. முடிஞ்ச நான் சொன்ன விலைக்கு ஸ்பிரிட் எடுத்துட்டு போ, இல்ல இடத்தை விட்டு காலி பண்ணு. கேட்டோ குட்டநாயர், வணக்கம். കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അടുത്ത നമുക്ക് ഇനി മലയാളത്തിലേക്ക് വരാം. ഓക്കെ ചേട്ടാ. നമ്മുടെ യുവനടന്മാരിൽ ശ്രദ്ധേയനായ നസ്ലിന്റെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ ആ ഒരു ഡയലോഗ് പോർഷൻ. അവൻ സമ്മതിച്ച് എന്ത് പണ്ടാരോണവൻ, ഒരുമാതിരി ജാടയും ചെന്ന വഴിക്കൊരു പഞ്ച് ഡയലോഗ്. എനിക്കാണെങ്കിൽ പൊളിഞ്ഞിട്ട് ഇവനാരും കൊണ്ടോണ്ട് നോയിക്കോട്ടാ. നിനക്കൊന്നും വേറെ പണിയില്ലേ പെമ്പിള്ളയുടെ പിന്നാലെ പോവാൻ. രവി സാറിന്റെ ഡേറ്റ് മൊത്തം ക്ലാഷാണ്. ഞങ്ങൾ പോയിട്ട് വേണം കൊമേഴ്സാർക്ക് പോവാൻ, കൊമേഴ്സാർക്ക് പോയിട്ട് വേണം സയൻസുകാർക്ക് പോവാൻ. എന്തൊക്കെയായിരുന്നു രവി, പപ്പൻ, ബുള്ളറ്റ്, ഒച്ച്. താങ്ക് യു ഫാദർ. താങ്ക് യു. അടുത്തത് നമ്മുടെ അസീസേറിന് ഇഷ്ടപ്പെട്ട ജയ 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 എന്ന സിനിമയിലെ ബേസിലേണ്ട അമ്മയായിട്ട് അഭിനയിച്ച കനകൻ ചേച്ചിയുടെ ആ ഒരു വോയിസ്. അപ്പൊ അവനോണ്ട അടിയൊന്നും അല്ലേ അനി, നീ കേക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ട്. എൻ്റെ ദൈവം, ഇതുപോലെയൊക്കെ ഒരു മനുഷ്യനെ എടുത്തിട്ട് ചവിട്ടോ. ഇവളുടെ ചവിട്ട് കൊണ്ട് എൻ്റെ ചെറുക്കനെ അങ്ങ് വീണത് ഗീതയുടെ പറമ്പില. അവിടുന്ന് പെറുക്കി എടുത്തോണ്ട് വന്നത്. അയ്യോ എൻ്റെ മോനെ കൊല്ലല്ലേ, അവൻ പാവാണേ. അടുത്ത നമ്മുടെ സലീം കുമാറേട്ടനോട് ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം വന്നോണ്ടിരിക്കുകയാണല്ലോ. ഗ്യാസിന്റെ പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചാൽ സലീം കുമാറേട്ടന്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? പ്രിയമുള്ളവര്,
കേരളത്തിൽ ഇപ്പോ ഗ്യാസിന്റെ പ്രശ്നം ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ മലയാളികൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ബോണ്ട എന്നിവ പാചകം ചെയ്യുന്നത് കൺട്രോൾ ചെയ്താൽ മതി. പേരെന്തു നമ്മളത് വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും ഗ്യാസിന്റെ പ്രശ്നം അതിരൂക്ഷമാവുന്നു ഞാൻ അറിയിപ്പ് നൽകുന്നു. അടിപൊളി ചേട്ടാ, സൂപ്പർ. അടുത്ത നമ്മുടെ ആവേശം എന്ന സിനിമയിലെ അമ്പാൻ ചേട്ടന്റെ സജിൻ ഗോപി ചേട്ടന്റെ ഒരു ഓക്കെ സൗണ്ട് നിങ്ങൾക്കൊന്നും അറിയാൻ പാടാത്ത, നിങ്ങളൊന്നും കാണാത്ത ഒരുപാട് കഴിവുണ്ട് നമ്മുടെ അണ്ണൻ. അണ്ണൻ പണ്ട് കൊച്ചി പോയ സമയത്ത് ആർക്കും വേണ്ടാത്ത വില കുറഞ്ഞൊരു സ്ഥലവും കൊണ്ട് മേടിച്ച്. അതാണിപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അണ്ണന് ഈ നൊസ്റ്റാളജിയുടെ അസുഖമുണ്ടേ, അതുകൊണ്ട് കർണാടകയിൽ ബന്ദിപ്പത്തോട്ടങ്ങ് വാങ്ങി. മനസ്സിലായ? എന്താടാ നിനക്ക് ബോറടിച്ച? നിനക്ക് മാസമാണ് വേണ്ടത്. അണ്ണ വണ്ടി ആശുപത്രിയിലേക്ക് പോകണം, കുഴപ്പമാണ്. ഇതും കൂടി കൂട്ടി 232ാമത്തെ വെട്ട്. അടിപൊളി. അത് നമ്മുടെ മലയാളത്തിന്റെ കേരളത്തിലെ തന്നെ അഭിമാനമായ സഞ്ജു സാംസൺ. ഇല്ലേട്ടാ സച്ചിൻ പറഞ്ഞു കഴിഞ്ഞാൽ ബോളിയെ നോക്കാറില്ലേട്ടാ. ബോളി കാണുമ്പോൾ തന്നെ വലിച്ചടിക്കാനേ നോക്കത്തുള്ളൂ. ഈ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ, തനി ഉണ്ടായി വരേണ്ടതല്ലേ. ഇതുപോലെ IPL ചെന്നൈയായിട്ട് മാച്ച് എടുക്കുന്ന സമയത്ത് 6 ബോൾ 20 റൺസ് വേണം ജയിക്കാനായിട്ട്. ബാറ്റിംഗ് രീതിയിൽ നിൽക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണി, ബോൾ ചെയ്യുന്നത് സന്ദീപ് ശർമ്മ. ഫസ്റ്റ് ബോൾ എറിഞ്ഞു വൈഡ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ചെക്കൻ നല്ല പ്രഷറിലാണ്. ഞാൻ അവൻ്റെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നിൻ്റെ മനസ്സിലെന്താണ് തോന്നുന്നത് അതുപോലെ കട്ടക്ക് എറിയാൻ പറഞ്ഞു. കട്ടക്കുമേ ഡാലോ ഹിന്ദിയിലങ്ങ് പറഞ്ഞു കൊടുത്തു. സന്ദീപ് ശർമ്മ അടുത്ത ബോൾ എറിഞ്ഞു, കളി ജയിച്ചു. മാച്ച് കഴിഞ്ഞ ശേഷം എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാൽ എന്ത് മന്ത്രമാണ് സഞ്ജു സാംസൺ സന്ദീപ് ശർമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്? അടുത്ത് നമ്മുടെ ആറാട്ടനോട് നമ്മുടെ ഈ ചൂടുവെയിലിനെ കുറിച്ച് റിവ്യൂ ചോദിച്ചാൽ എങ്ങനെയൊക്കെ ആറാട്ടൻ്റെ സ്റ്റൈലിൽ പറയും. ബേസിക്കലി വെയിൽ ഭയങ്കര ഹോട്ടാണ്. രാവിലെ 6 മണിക്ക് തന്നെ സൂര്യൻ പെർഫോമൻസ് ആരംഭിക്കും. നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ ചൂടെടുക്കുന്നതാണ്. ആദ്യ മനോഹരമാണ്. രണ്ടാമത് ഫുൾ സെൻറ്റിമെൻറ്റ്സ് ആണ്. നമ്മളെ കണ്ണീരിലാഴ്ത്തും. സപ്പോർട്ടിങ് ആർട്സിലെ കോടയും തൊപ്പി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സൂര്യ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. കോൾഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ അറാടുകയാണ്.